രീതിയിലുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ സംവിധാനിച്ചിരിക്കുന്നത്. അങ്ങനെ ആ മൃതദേഹങ്ങൾ നോക്കിക്കണ്ട് തിരിച്ചറിയുന്നതിനുള്ള ആളുകളാണ് ഇപ്പോൾ അവരുടെ ഊഴം കാത്ത് ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവരാണ് ഇവിടെ കാത്തിരിക്കുന്നത്. അവിടെ ഒരു വലിയ ക്യൂ തന്നെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കൂടുതൽ ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആംബുലൻസുകളിലൊക്കെ ഓരോ ജീവനുകളാണ്, ഓരോ മൃതദേഹങ്ങളാണ്. അവിടെ നിന്നും ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് 56 ആയിരുന്നു നേരത്തെ. പക്ഷെ അതിലും കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ നിന്നും അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടി അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ അവിടെ നിന്നും പുറപ്പെടാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അവിടുന്ന് നമ്മുടെ റിപ്പോർട്ടർ, ന്യൂസ് 18 റിപ്പോർട്ടർ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഓരോ നമ്പർ 14, 15, 16 അങ്ങനെ നമ്പർ ഇട്ടുകൊണ്ടാണ് ഓരോരോ ആംബുലൻസുകൾ ഈ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുറ്റത്തേക്ക് ആ ഒരു ദുരിത കാഴ്ചകൾ തന്നെയാണ് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. 16ാമത്തെ ആംബുലൻസ് വരുമ്പോൾ അത് 16ാമത്തെ ഒരു മനുഷ്യ ജീവനാണ്, ഒരു കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷയാണ് അത് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. വളരെ സങ്കടകരമായ ചില നിമിഷങ്ങൾക്ക് ഒരിക്കൽ കൂടി നമ്മൾ രാവിലെ മുതൽ നമ്മൾ കണ്ട അതേ കാഴ്ചകൾ തന്നെയാണ് വീണ്ടും നമ്മളെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ ആംബുലൻസുകൾ ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും നാടുകാണി ചുരം കയറി തമിഴ്നാട് പന്തല്ലൂരും ചേരമ്പാടിയും പിന്നിട്ട് മേപ്പാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ നേരത്തെ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ നേരത്തെ രാവിലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ മേപ്പാടി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ ഹാളിലായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ആളുകൾ തിരിച്ചറിയാൻ വേണ്ടി, അതായത് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി എത്തിയിരുന്നത്. അവിടെ മൃതദേഹങ്ങൾ അരമണിക്കൂറിൽ 1 എന്നുള്ള തോതിലൊക്കെയാണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കൂട്ടത്തോടെ മൃതദേഹങ്ങൾ, അതായത് ചാലിയാർ പുഴയിൽ നിന്നും മുണ്ടക്കൈ മലമുകളിൽ നിന്നും ഒഴുകിപ്പോയ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ എത്തിച്ചേരുകയും ആ ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾ അവിടെ ആശുപത്രി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ ഈ മേപ്പാടിയിലെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൈതാനത്തേക്ക് എത്തുമ്പോൾ കൂടുതൽ ആളുകൾ തങ്ങളുടെ ഉറ്റവരെ തേടി ഉടയവരെ തേടി ഈ ഭാഗത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ആ തിരക്ക് അനുഭവപ്പെടുന്നത് തന്നെ വളരെ വലിയ പ്രയാസവും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ സന്നദ്ധ പ്രവർത്തകർക്കും ഒക്കെ അത് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി കൂടുതൽ ആളുകൾ വരുന്നു. പലപ്പോഴും ആളുകൾക്ക് കൂട്ടത്തോടെ വരുന്ന ആളുകൾ ഈ ഹാളിനുള്ളിൽ കയറി ഓരോ മൃതദേഹവും പരിശോധിച്ച് പോകേണ്ടി വരുമ്പോൾ ഉള്ള ഒരു ജനത്തിരക്ക്, അതൊക്കെ വലിയ ഒരു പ്രശ്നമായി മാറുന്നുണ്ട്, പ്രതിസന്ധിയായി മാറുന്നുണ്ട്. എങ്കിൽ പോലും രാത്രി വൈകിയാണെങ്കിലും ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീവ്ര ശ്രമം ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്റെയും അതുപോലെ ആരോഗ്യവകുപ്പിന്റെയും ഒക്കെ സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ സഹകരണത്തോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ അകമ്പടിയോടെയാണ് അവിടെ നിന്നും നിലമ്പൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും മൃതദേഹങ്ങൾ ഇപ്പോൾ വയനാട്ടിലെ മേപ്പാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പോലീസ് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ആംബുലൻസിന് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഇപ്പോൾ നിരനിരയായി ആംബുലൻസുകൾ എത്തുന്നു. ഈ ആംബുലൻസുകളിൽ നിന്നും മൃതദേഹങ്ങൾ ഇറക്കി അത് അവിടെ ഹാളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഫ്രീസറിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഈ ഹാളിലെ ഫ്രീസറുകളും വളരെ നേരത്തെ തന്നെ മറ്റു പല ജില്ലകളിൽ നിന്നും കൊണ്ടുവന്ന് അവിടെ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. ജനറേറ്റർ സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളോട് നേരത്തെ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി സംസാരിച്ചതുപോലെ തന്നെ എത്ര രാത്രി അല്ലെങ്കിൽ എത്ര ദിവസം ഫ്രീസറിൽ വെക്കേണ്ടി വന്നാലും അതിന് ഉതകുന്ന രീതിയിലുള്ള ജനറേറ്റർ സംവിധാനമൊക്കെ ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ഈ ആംബുലൻസുകളൊക്കെ വരുമ്പോൾ അതിൽ നിന്നും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്, കാരണം ഈ ജനത്തിരക്ക് തന്നെയാണ് അതിന് ഏറ്റവും വിഘാതമായിരിക്കുന്നത്. അതുപോലെ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഒരല്പശമനം ഇപ്പോൾ മഴയ്ക്കുണ്ടെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും മഴ നല്ല രീതിയിൽ തന്നെ തകർത്ത് പെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഇപ്പോൾ അവിടെ നിന്നും മുണ്ടക്കയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആ ഭാഗത്തു നിന്നും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്ന മൃതദേഹങ്ങളും ഇതുപോലെ ആംബുലൻസിൽ നമ്മുടെ തൊട്ടപ്പുറത്ത്, ഈ സ്കൂളിന് തൊട്ടപ്പുറത്തുള്ള ആശുപത്രിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ടേബിളിലേക്ക് എത്തുന്നുണ്ട്. അവിടെയും ഇവർക്ക് ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ ഒരു വലിയ പ്രയാസം അപർണ നമ്മൾ കാണുന്നത്, ആളുകൾ ഇവിടെയും അവിടെയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും
എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളും നമുക്കിവിടെ ദൃശ്യമാണ്. കാരണം ഒരു ഭാഗത്ത് തങ്ങളുടെ ഉറ്റവരുടെ മൃതശരീരം അവിടെയാണോ, കാരണം മുണ്ടക്കയിൽ നിന്നും അതുപോലെ ചൂരൽമല ഭാഗത്തു നിന്നുമൊക്കെ കിട്ടുന്ന മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് ഈ മേപ്പാടി ആശുപത്രിയിൽ സജ്ജമാക്കിയിരിക്കുന്ന ടേബിളുകളിലേക്കാണ്. എന്നാൽ മലപ്പുറത്തു നിന്നും കൊണ്ടുവരുന്ന ഈ മൃതദേഹങ്ങൾ അവിടുത്തെ വലിയ ജനത്തിരക്കും അവിടുത്തെ സൗകര്യക്കുറവും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സ്കൂളിന് സമീപത്തുള്ള സ്കൂളിന്റെ ഹാളിലേക്ക്, മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹാളിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് രണ്ട് സ്ഥലത്തും പരിശോധന നടത്തേണ്ട ഒരു ദുരിതം ആളുകളും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെയല്ലാതെ നമുക്ക് ചെയ്യാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു വഴി ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതും ഖേദകരമായ സങ്കടകരമായ ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മോട് ആളുകൾ പരാതിപ്പെടുന്നതും അതുതന്നെയാണ്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും അവിടെ വരുന്ന മൃതദേഹങ്ങളിൽ തങ്ങളുടെ ഉറ്റവരുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം അവിടെ ഇല്ലെന്നറിയുമ്പോൾ അവർ വീണ്ടും കൂട്ടത്തോടുകൂടി ഈ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന ഈ മലപ്പുറത്ത് നിന്നും വരുന്ന മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ ഉറ്റവരുണ്ടോ എന്ന് തേടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഹൃദയഭേദകമായ കാഴ്ചകൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വരികയാണ് നമ്മൾ ഒരിക്കൽ കൂടി. ഏതായാലും ഇപ്പോൾ മലപ്പുറത്ത് നിന്നും കൂടുതൽ ആംബുലൻസുകൾ ഇവിടെ എത്തിയിരിക്കുന്നു. ആ ആംബുലൻസുകളിൽ നിന്നും മൃതദേഹങ്ങൾ ഇറക്കുന്ന പ്രവൃത്തി സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ മൃതദേഹങ്ങൾ പിന്നീട് മാറ്റുന്നത് ഒരു വലിയ ഹാളിൽ സജ്ജീകരിച്ചിരിക്കുന്ന, വിവിധ ഹാളുകളിലായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ടേബിളുകളിലേക്കാണ്. അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ഫ്രീസറുകളിലേക്കാണ്. അവിടെ ഡോക്ടർമാരുടെ സംഘമുണ്ട്. ആ ഡോക്ടർമാർ ആളുകളെ ഉള്ളിലേക്ക് കടത്തിവിട്ട് എന്തെങ്കിലും തെളിവുകളും കാര്യങ്ങളുമൊക്കെ, പലപ്പോഴും അതിലും വലിയ ബുദ്ധിമുട്ട് ഡോക്ടർമാരെ സംബന്ധിച്ചും ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചും അനുഭവപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് പല മൃതദേഹങ്ങളും കൂടുതൽ വികൃതമായ അവസ്ഥയിലാണ്. മുഖം നോക്കി ആളുകളെ മനസ്സിലാക്കാനുള്ള പ്രയാസമുണ്ട്. അപ്പോൾ പലപ്പോഴും കയ്യിലെ മോതിരം, അതുപോലെ തന്നെ കാതിലണിഞ്ഞിരിക്കുന്ന കമ്മൽ തുടങ്ങിയ അതൊക്കെ ചോദിച്ച് അതൊക്കെ കണ്ട് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊച്ചുകുട്ടികളുടെയൊക്കെ മൃതദേഹം പലപ്പോഴും പൂർണ്ണമായി ലഭ്യമല്ലാത്തതിനാൽ തന്നെ അക്കാര്യത്തിലും വലിയ ദുരിതം നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാനാവില്ല. ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ മലപ്പുറത്ത് നിന്നും വരുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങോട്ടേക്ക് കൂടുതൽ ആംബുലൻസുകൾ വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ സമയം ന്യൂസ് 18 ലോകത്തോട് പറയാനുള്ളത്. എല്ലാവരും വലിയ സഹായം പ്രതീക്ഷിക്കുന്നവർ തന്നെയാണ്. കാരണം അവരെ നമ്മളല്ലാതെ മറ്റാരും സഹായിക്കാനില്ല എന്നുള്ളൊരവസ്ഥയാണ്. സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഒക്കെ കൈമൈ മറന്നുകൊണ്ട് സഹായിച്ചാൽ മാത്രമേ ഇവർക്കൊരു തിരിച്ച് ഒരു ജീവിതം സാധ്യമാകൂ എന്ന കാര്യത്തിൽ സംശയമില്ല. മരണപ്പെട്ടവർക്ക് അവസാനമായി അവർക്ക് നമുക്ക് മനുഷ്യന് ചെയ്യാൻ സാധ്യമായ രീതിയിൽ എല്ലാ തരത്തിലുമുള്ള അവസാനവട്ട യാത്രയപ്പ് നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ക്യാമ്പുകളിലാണെങ്കിലും അല്ലെങ്കിൽ അവരെ വീണ്ടും പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിലായാലും മുഴുവൻ നമ്മുടെ ഈ ദൃശ്യങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ വാർത്തകൾ കേൾക്കുന്ന ആളുകളിലൂടെ സഹായം എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ മലപ്പുറത്തു നിന്നും ഈ മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ കോൺവോയ് അടിസ്ഥാനത്തിൽ ഒരുമിച്ച് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ്. ഇനിയും അവിടെ നിന്നും വാഹനങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. 56 മൃതദേഹങ്ങളാണ് ഒരേ നിരയായി ആംബുലൻസുകളിൽ എത്തുന്നത്. പക്ഷേ പലപ്പോഴും ട്രാഫിക്കിലെ ബുദ്ധിമുട്ടുകളും യാത്രാ തടസ്സങ്ങളും ഒക്കെ കൊണ്ട് മുഴുവൻ ആംബുലൻസുകളും ഒരുമിച്ചല്ല എത്തുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം 16ാമത്തെ ആംബുലൻസാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഊഴം കാത്തു നിൽക്കുന്നത്. ഈ ആംബുലൻസിൽ നിന്നും മൃതദേഹങ്ങൾ ഇറക്കുന്നതിനും ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. ആ സമയമെടുക്കുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളുടെ വലിയ തിരക്കാണ്. മൃതദേഹം ഇറക്കുന്ന സ്ഥലത്ത് നിന്നും തൊട്ടപ്പുറത്ത് ഓരോ ഹാളുകളിലും സജ്ജീകരിച്ചിരിക്കുന്ന ഫ്രീസറുകളിലേക്ക് മൃതദേഹങ്ങൾ മാറ്റാൻ സമയമെടുക്കുന്നുണ്ട്. അങ്ങനെ ആ സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ആംബുലൻസുകൾ കുറെ സമയം ഇവിടെ നിർത്തിയിടേണ്ട. ഷബീർ വിവരങ്ങൾ നൽകിയത്. മേപ്പാടിയിൽ നിന്നുള്ള അത്യന്തം വേദനാജനകമായിട്ടുള്ള കാഴ്ചകളാണ് നടക്കുന്നത്. എവിടെയാണ് ഉറ്റവരുള്ളത്? മൃതദേഹങ്ങൾ തന്നെ പൂർണ്ണമായി
ലഭ്യമാകാത്തൊരു സാഹചര്യത്തിൽ തിരിച്ചറിയുക ഏറെ ദുഷ്കരമായിരിക്കുന്ന ഒരു സാഹചര്യം. കൊച്ചുകുട്ടികളുടെ പോലും മൃതദേഹങ്ങളിൽ അത്തരം വലിയ ഒരു വിഷയം വെല്ലുവിളിയായി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു അവസ്ഥയെ വിശേഷിപ്പിക്കാനാവുക എന്നുള്ളത് തന്നെ അത്യന്തം ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഷബീർ മേപ്പാടിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേർന്നു. അനീഷ്, ഇന്നത്തെ തെരച്ചിൽ നിർത്തിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം രാത്രിയോടുകൂടി പൂർണ്ണമാക്കുക, നാളെ രാവിലെ മുതൽ അതുവഴിയുള്ള പ്രവർത്തനങ്ങൾ സുസജ്ജമാക്കുക, അതായിരിക്കുമോ ഇനിയുള്ള മണിക്കൂറുകൾ മുഴുവൻ നടക്കുന്നത്? അത് തന്നെയായിരിക്കുമോ? തീർച്ചയായും ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ മാത്രമാണ് മറുകരയിലേക്ക് യന്ത്രസാമഗ്രികൾ എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പട്ടാളവും പോലീസും ഒക്കെ നേരത്തെ തീർത്തു പറഞ്ഞിരുന്നു. കാരണം ഇന്ന് ഇവർ ഈ സേനാംഗങ്ങളും ഒപ്പം ഈ സാധാരണക്കാരായ തെരച്ചിൽക്കാരും ഒക്കെ അവിടേക്ക് പോയെങ്കിലും അവർക്ക് പുറമെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള തെരച്ചിൽ നടത്താൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അവസ്ഥ ഏതാണ്ട് 90% കെട്ടിടങ്ങളും തകർന്ന അവസ്ഥയിലാണ്. വീടുകൾ പൂർണ്ണമായും നിലം പൊത്തിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് കോൺക്രീറ്റും മറ്റ് കെട്ടിട ഭാഗങ്ങളും ഒക്കെ താഴെ വീട് കിടക്കുന്ന ഒരു സാഹചര്യം. 2-3 ആൾപ്പൊക്കത്തിൽ മണ്ണ് കയറി ഈ വീട് മൊത്തം നശിച്ചിരിക്കുന്ന പാറക്കല്ലുകളും ചെളിയും മരങ്ങളും ഒക്കെ കയറി ഈ വീട് ഏതാണ്ട് പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ വീടിനുള്ളിൽ കുടുങ്ങിയ ആളുകളെ പുറത്തെത്തിക്കണമെങ്കിൽ അത് തീർച്ചയായും യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് ആ കോൺക്രീറ്റോ കെട്ടിടാവശിഷ്ടങ്ങളോ ഒക്കെ മുറിച്ചു നീക്കി അതിനുള്ളിൽ കയറി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാലം നിർമ്മിച്ചാൽ മാത്രമാണ് ഇവിടെ ഒന്നും ഈ സാധന സാമഗ്രികൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കമുള്ളവ മറുകരയിലേക്ക് എത്തിക്കാൻ കഴിയുക. എന്തിന് ഭക്ഷണ സാമഗ്രികൾ പോലും മറുകരയിലുള്ള രക്ഷാപ്രവർത്തകർക്ക് എത്തിക്കണമെങ്കിൽ ആ പാലം അനിവാര്യമാണ്. നമുക്ക് തന്നെ ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഇവിടെ ഈ റോപ്പ് ഇട്ട് ആ റോപ്പിലൂടെയാണ് ഇപ്പോൾ ഓരോ സാമഗ്രികളും മറുകരയിലേക്ക് എത്തിക്കുന്നത്. തെരച്ചിലിന് പോയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ അടക്കമുള്ളവരെ മറുകരയിലേക്ക് എത്തിക്കുന്നു, ഒരു വശത്തു നിന്നും അപ്പുറത്തേക്ക് ഭക്ഷണ സാമഗ്രികൾ എത്തിക്കുന്നു. അത്തരത്തിലാണ് ഈ റോപ്പ് ഏതാണ്ട് പൂർണ്ണ സമയം പ്രവർത്തിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറുവശത്തൊരു താൽക്കാലികമായ ചെറിയ തടിപ്പാലം നിർമ്മിച്ചിരുന്നെങ്കിൽ പോലും ഈ ഒഴുക്ക് മലവെള്ളപ്പാച്ചിൽ വലിയ രീതിയിൽ ഈ ഭാഗത്തൂടെ ഇപ്പോൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യമാണ് ആ പാലത്തിൽ കൂടി മറുകര കടക്കുന്നത് എന്ന് പലതവണ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. എങ്കിലും രക്ഷാപ്രവർത്തനത്തിനായി പോയ ആളുകൾ ഇപ്പോൾ ആ പാലത്തിൽ കൂടിയും മടങ്ങി വരുന്ന കാഴ്ചകൾ തന്നെ. ഇനി മുകളിൽ രക്ഷാപ്രവർത്തനത്തിന് തുടരുന്ന ആളുകൾ അത്ര സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യവും ഈ വീടുകൾ ഇടിഞ്ഞ ഇടങ്ങളിലുണ്ട്. കാരണം പല കെട്ടിടങ്ങളും നിലം പൊത്തിയിട്ടുണ്ട്. അവിടെ വീണ്ടും മഴ പെയ്യുമ്പോൾ ആ കെട്ടിട ഭാഗങ്ങൾ വീണ്ടും താഴേക്ക് പതിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വീടുകൾക്കുള്ളിൽ കുടുങ്ങിയ ആളുകൾക്ക് ഒരുപക്ഷെ ജീവനോടെ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പലരിലുമില്ല. പട്ടാളവും പോലീസും ഒക്കെ അക്കാര്യം നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു. കാരണം ജീവനോടുകൂടി ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ജീവന്റെ തുടിപ്പ് ഒരു കണമെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ശ്വാസമെങ്കിലും എവിടെയെങ്കിലും കേട്ടാൽ, എന്തെങ്കിലും അനക്കം കണ്ടാൽ അത് സുരക്ഷിതമായി എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും ഒരുപക്ഷെ 4, 5, 6 പേരുമൊക്കെ വീടുകൾക്കുള്ളിൽ കാണാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയുന്നില്ല. എന്തായാലും നിലവിൽ ഈ മരിച്ച ആളുകളുടെ എണ്ണമൊക്കെ പുറത്തു വരുമ്പോൾ ഏതാണ്ട് ഇത്രയും അധികം ആളുകളെ ഇനിയും കണ്ടെത്താൻ ഉണ്ട് എന്നതാണ് ഈ അപകടത്തിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. നിലവിൽ വന്ന കണക്കുകൾ ഒന്നും ആയിരിക്കില്ല അവസാന രക്ഷാപ്രവർത്തനത്തിന്റെ ദിവസവും കഴിയുമ്പോൾ പുറത്തു വരിക എന്ന രീതിയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നത്. കാരണം ആ ഒരു മേഖലയിൽ മാത്രം, മുണ്ടക്കയിൽ മാത്രം 90%-ലധികം വീടുകൾ നിലം പൊത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ 10-100 വീടിനടുത്ത് 90 വീടുകൾ അല്ലെങ്കിൽ 100 വീടുകൾക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഓരോ വീടുകളിലും എത്ര പേർ വെച്ച് ഉണ്ടാകുമെന്ന് എണ്ണി നോക്കിയാൽ പോലും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ മേപ്പാടിയിലും മറ്റുമൊക്കെ പോകുമ്പോൾ പലപ്പോഴും കാണുന്ന കാഴ്ച, ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആശുപത്രിയുടെയും കമ്മ്യൂണിറ്റി ഹാളിന്റെയും റിലീഫ് ക്യാമ്പിന്റെയും ഒക്കെ മുന്നിൽ ആളുകൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആളുകൾ, ആശുപത്രിയിലും മറ്റുമൊക്കെ ഇടയ്ക്കിടെ പോയി ഈ വന്ന ആളുകളുടെ പട്ടിക പരിശോധിക്കുന്ന ആളുകൾ, തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും എല്ലായിടത്തും തിരയുന്ന, പ്രതീക്ഷാപൂർവ്വം തിരയുന്ന കണ്ണുകളെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും കാണാൻ കഴിയുകയും ചെയ്തത്. എന്തായാലും അങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അവരൊക്കെ ഈ തകർന്നു പോയ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലിൽ പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം എന്ന് കരുതാം. കാരണം ചാലിയാർ പുഴയിൽ നിന്ന് മാത്രം എത്ര പേരുടെ ജീവനാണ്
മൃതശരീരങ്ങളാണ് കണ്ടെത്തിയത്. അവ പിന്നീട് അവിടെ നിന്നും മേപ്പാടിയിലേക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. തികച്ചും അവിശ്വസനീയമായ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു നാശനഷ്ടം തന്നെയാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായ പല പ്രകൃതി ദുരന്തങ്ങളും നമ്മളടക്കം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ളപ്പോഴും ആ ഒരു മേഖലയാണ് പലപ്പോഴും ഒറ്റപ്പെട്ട പോവുക അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി മാറുക. പക്ഷേ ഇത് ഒരു പ്രദേശമാകെ തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്ന കാഴ്ച. വലിയ കൂറ്റൻ കെട്ടിടങ്ങൾ നിലനിന്ന ഇടങ്ങളിൽ ചെളിയും മണ്ണും മരങ്ങളും വെള്ളവും മാത്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഒഴുകിയിരുന്ന പുഴ പലതായി മുറിഞ്ഞ് നീളത്തിലൊഴുകിയ പുഴ ആ പുഴ അപ്രത്യക്ഷമാവുന്ന കാഴ്ച. അതിന്റെ ഭാഗത്ത് വലിയൊരു പുഴയായി മാറുന്ന കാഴ്ച. നിലവിലുണ്ടായിരുന്ന അമ്പലവും സ്കൂളുമൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഭൂമിയിൽ മാഞ്ഞു പോകുന്ന അവസ്ഥ. രാത്രിയിൽ വീട്ടിൽ കടന്നുറങ്ങിയ ആളുകൾ പിറ്റേ ദിവസത്തെ പുലരിക്ക് വേണ്ടി എഴുന്നേൽക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം. എവിടെയാണ് ഉറ്റവരും ഉടയവരുമെന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ, അവരുടെ നിലവിളികൾ, ഇതെല്ലാം ചേർന്നതാണ് ഇപ്പോൾ ഈ പ്രദേശം. എന്തായാലും ഈ ദുഃഖങ്ങൾക്കിടയിലും ഏതെങ്കിലും പ്രതീക്ഷയുടെ നേരിയ കണം ഏതെങ്കിലും വീടുകളിലെ മൺകൂനകൾക്കിടയിൽ ഉണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും നാളെ ഈ പാലത്തിന്റെ പണി ഇന്ന് രാത്രി പൂർത്തിയായ ശേഷം നാളെ ഈ തെരച്ചിൽ കുറച്ചുകൂടി ഊർജിതമായി നടക്കും. ഈ തെരച്ചിലിന് പോകുന്ന രക്ഷാപ്രവർത്തകരുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ സുരക്ഷയുമൊക്കെ നോക്കേണ്ടതുണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ തെരച്ചിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പാലത്തിന്റെ പണി അല്പസമയത്തിനകം വീണ്ടും പുനരാരംഭിക്കും എന്നാണ് നമുക്കിവിടെ തീർച്ചയായിട്ടും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. അതിനിടയിൽ മരണസംഖ്യ ഇതാ 246 ഉയർന്നിരിക്കുകയാണ്. കൂടുതൽ മൃതദേഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. മരണസംഖ്യ കൂടുന്നു. കൂടുതൽ പേരെ ബന്ധുക്കൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം. ഏറ്റവും പുതിയ വിവരം വരുന്നത് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശം വയനാട് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലുള്ളവർ ഈ ജാഗ്രത പുലർത്തണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കളക്ടർ DR മേഘശ്രീ അറിയിച്ചതുകൂടിയാണ് ഈ നിമിഷത്തിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഓർത്തെടുക്കാൻ കഴിയില്ല. പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ആൾക്കാരല്ലേ, നമ്മൾ കൂടുതലുള്ള ആൾക്കാരല്ലേ, എല്ലാവരും പോയില്ലേ. ഞങ്ങൾ നാടും പോയി. ഞങ്ങൾ അവിടെ നിന്നവര് മാത്രം ബാക്കി എല്ലാരും പോയി. ഞങ്ങളെ വിധി ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടൽ